അതുകൊണ്ട് കർത്താവിൻ്റെ വചനം, ദൈവത്തിൻ്റെ അനുഗ്രഹം ധാരാളമായിട്ട് നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരുവാൻ ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന ഈ വചനം, ഏതെങ്കിലും ഒരു വചനം ഈ തൃശ്ശൂർ നഗരത്തിൻ്റെ ഈ മണ്ണിൽ വീണ് മുളയ്ക്കട്ടെ, അത് വളരട്ടെ, അത് പുഷ്പിക്കട്ടെ, അത് ഫലം ചൂടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ആദ്യത്തെ ഭാഗം നിർത്തുകയാണ്. ഇപ്പോൾ ജിയൻ അല്ലേ, ജോവാന, രണ്ടുപേരുടെ പേര് കണ്ടില്ലേ, ജോവാന ജിയൻ. ഇവർ നല്ല മിടുക്കിയ കുട്ടിയാണ്, നല്ല സ്നേഹമുള്ള കുട്ടിയാണ്. പോരുന്ന സമയത്ത് എനിക്കൊരു പാട്ട് പാടി തോന്നി. ഞാൻ പറഞ്ഞു, മോളെ ആ പാട്ട് നീ ഇന്ന് ഇവിടെ പാടുമോ? പാടാച്ചാ, ഞങ്ങൾ രണ്ടുപേരും പാടാം. ഇപ്പോൾ വചനത്തിൻ്റെ ഒരഭിഷേകം മോള് ഇപ്പോൾ നൽകുകയാണ്. നമുക്ക് പേരൊന്ന് പറയണം, ഏത് വർഷം പഠിച്ചെന്നൊന്ന് പറഞ്ഞു. നമ്മുടെ ബൈബിൾ ഗ്രാമിൽ പഠിച്ചത് എത്രാമത്തെ ബാച്ചിലായിരുന്നു? 18ാമത്തെ ബാച്ചിൽ എന്നാണ് പറഞ്ഞത്. 18ാമത്തെ ബാച്ചിലാണ്, 20ാമത്തെ ബാച്ചിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. നിങ്ങൾക്കറിയണോ, അവിടെ പഠിച്ചിട്ടുള്ള 2100 കുട്ടികളിൽ അടുത്ത വർഷം 5 ഡോക്ടർമാർ അതിൽ നിന്നുണ്ടാകാൻ പോവുകയാണ്. 10 വൈദികർ, സെമിനാരിയൻസ്, വിവിധങ്ങളായ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 7 വരുന്ന നഴ്സുമാർ വിവിധങ്ങളായ ആശുപത്രിയിൽ ശുശ്രൂഷ ചെയ്യുകയാണ്. 5 സിസ്റ്റർമാർ പ്രൊഫഷൻ കഴിഞ്ഞ് ജീവിതം മുഴുവൻ കർത്താവിന് സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ ധാരാളം കുഞ്ഞുങ്ങൾ അതിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനം ഇപ്പോൾ നമുക്ക് കേൾക്കാം. പേര് പറയുന്നു ജവാനയാണ് പറയാൻ പോകുന്നത്. അവളുടെ സ്വരം കേട്ടില്ല, ധീരത കണ്ടില്ലേ? നമുക്ക് സ്നേഹത്തോടെ വചനം കേൾക്കാം. നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ജോഷുവ 1:9. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1:8. നിന്റെ ദൈവമായ കർത്താവ് ജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്. സെഫാനിയ 3:17. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. സങ്കീർത്തനങ്ങൾ 23:1. വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. സങ്കീർത്തനങ്ങൾ 119:105. ആരും വിളക്ക് കൊളുത്തി പാത്രം കൊണ്ട് മൂടുകയോ കട്ടിനടിയിൽ വയ്ക്കുകയോ ചെയ്യുന്നില്ല, മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ അത് പീഠത്തിന്മേൽ വയ്ക്കുന്നു. ലൂക്ക 8:16. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. യോഹന്നാൻ 6:63. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. സങ്കീർത്തനങ്ങൾ 46:10. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. സങ്കീർത്തനങ്ങൾ 115:12. കൈകൾ അടിച്ചുകൊണ്ട് കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. നിന്റെ ഉത്കണ്ഠകളെല്ലാം കർത്താവിന് വിട്ടുകൊടുക്കുക. നമ്മുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധാലാണ്. ഇത് പ്രായമനുസരിച്ചാണ് കുട്ടികൾ വരുന്നത്. അവളുടെ ചേച്ചിയാണ് ജിയന്ന. ഇതുപോലെ തന്നെ മ്യൂസിക്കിലും പാട്ടിലും ഒക്കെ, അതുപോലെ തന്നെ വചനത്തിലൊക്കെ ധാരാളം കൺവെൻഷൻ വേദിയിലേക്ക് അച്ഛൻ്റെ കൂടെ വന്നിരിക്കുന്ന മോളാണ്. ഇന്നിപ്പോൾ അവൾ പഠിക്കുന്നത്, ഇന്ന് 7ാം ക്ലാസ്സിൽ അവൾ പഠിക്കുകയാണ്. നമുക്ക് ഇപ്പോൾ ജിയന്ന നമ്മളോട് വചനം സന്ദേശം നൽകുകയാണ്. ജ്ഞാനമുഗ്രയുടെ വായി തുറക്കുകയും ശിശുക്കളുടെ നാവിന് സ്ഫുടമായി സംസാരിക്കാൻ കഴിവ് നൽകുകയും ചെയ്യും. ജ്ഞാനം 10:21. നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. 1 യോഹന്നാൻ 4:4. ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിക്കുക, വാർദ്ധക്യത്തിൽ അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. സുഭാഷിതങ്ങൾ 22:6. കർത്താവേ, മരുന്നോ ലേപനമോ ഔഷധവുമല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അവിടുത്തെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ജ്ഞാനം 16:12. ദൈവസ്നേഹമാണ്. 1 യോഹന്നാൻ 4:8. താങ്ക് യു ജീസസ്. കൈകളടിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം ഈ മണ്ണിൽ എവിടെയൊക്കെ വീണു മുളയ്ക്കുന്നുണ്ട്. 20 വർഷത്തിനുള്ളിൽ ആ വചനം വീണു മുളച്ചതിൻ്റെ അനേകം ജീവിതങ്ങൾ